ഏലിയൻസ് വന്നാൽ നമ്മൾ ഒന്നിക്കുമോ? അന്താരാഷ്ട്ര മാനുഷിക ഐക്യദാർഢ്യ ദിനം. ഗൈസ്, നമ്മൾ മനുഷ്യർ ഭയങ്കര വിചിത്രമായ സ്വഭാവമുള്ള ഒരു സ്പീഷീസ് ആണ്. ഒരു പ്രത്യേക ജീവിതല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും സഡൻലി ദേശഭക്തിയുള്ളവരായി മാറും. പിന്നെ ഇന്ത്യ ഇന്ത്യ എന്നെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ IPL ഒക്കെ വരുമ്പോൾ നമ്മൾ മലയാളി ആയാലും ചെന്നൈ സൂപ്പർ കിങ്സ് നമ്മൾ ചെന്നൈക്കാരാവും, അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആവും മുംബൈക്കാരാവും. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നാളെ ഒരു വലിയൊരു പടുകൂറ്റൻ ഏലിയൻ ഷിപ്പ് നമ്മുടെ വീടിന് മുന്നിൽ ലാൻഡ് ചെയ്താൽ അപ്പോൾ നമ്മൾ അവരോട് ജാതി ചോദിക്കുകയോ, ഭാഷ ചോദിക്കുകയോ, മതം ചോദിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ വസ്ത്രക്കാരോ ആയി മാറും? ഇല്ല. അന്ന് നമ്മൾ ഒരൊറ്റ വാക്ക് മാത്രം പറയും: നമ്മൾ മനുഷ്യരാണ്. ഈ ഒരു മാറ്റമില്ലേ, ഈ ഇൻസ്റ്റന്റ് യൂണിറ്റി, അതിനെ തന്നെയാണ് ഐക്യരാഷ്ട്രസഭ സോളിഡാരിറ്റി, ഐക്യദാർഢ്യം എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ ദിനം? 2005 ഐക്യരാഷ്ട്രസഭ ഒരു കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ്? ദാരിദ്ര്യം, യുദ്ധങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, അസമത്വം. ഇതെല്ലാം ടെക്നോളജി കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ ഒരൊറ്റ രാജ്യത്തിന്റെ ശക്തി കൊണ്ടോ പരിഹരിക്കാൻ പറ്റില്ല എന്ന് UN പറഞ്ഞു. Countries must stop acting like competitors and start acting like one humanity. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരായി പെരുമാറുന്നത് നിർത്തി ഒരു മനുഷ്യ കുടുംബമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് സോളിഡാരിറ്റി, ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. ഇത് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഡിസംബർ 20 ഇന്ന് ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ, അതായത് അന്താരാഷ്ട്ര മാനുഷിക ഐക്യദാർഢ്യ ദിനമായി പ്രഖ്യാപിച്ചത്. എന്താണ് ഐക്യദാർഢ്യം എന്ന് പറയുക? ഐക്യദാർഢ്യം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അക്കാഡമിക് വേർഡായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരു സാഹിത്യം പറയണ പോലെയൊക്കെ തോന്നും, അല്ലേ? അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സൽ ബ്രോ, അജീഷ് ബ്രോ അല്ലെങ്കിൽ അഖിൽ ബ്രോ എന്നൊക്കെ നമ്മൾ പറയില്ലേ പരസ്പരം കൂട്ടുകാരുടെ അടുത്ത് സ്കൂളിലൊക്കെ, അതുപോലെ ഒരു ബ്രോഹുഡ് തന്നെയാണ്. അപ്പൊ ഒരാൾ വീഴുമ്പോൾ നമ്മൾ കൈ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ളവർക്ക് ഇപ്പൊ വിശന്നിരിക്കുമ്പോൾ അവനൊരു പൊതിച്ചോറ് മേടിച്ചു കൊടുക്കുക. ഇതെല്ലാം, അല്ലെങ്കിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മൾ സ്കൂളിലൊക്കെ ഇരുന്ന പോലെ സഹായിക്കുന്നതും എല്ലാം ഇതിന്റെ ഭാഗം തന്നെ. അപ്പൊ നമുക്ക് പറയാം വലിയൊരു തരത്തിൽ വസുദൈവ കുടുംബകം. പക്ഷെ ഈ ആശയം UN ഇൻവെന്റ് ചെയ്തതല്ല, നമ്മൾ ഇന്ത്യക്കാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാണ് വസുദൈവ കുടുംബകം. അതായത് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. എന്റെ പ്രശ്നം എന്റെ പ്രശ്നം കൂടിയാണ്. G20 ഉച്ചകോടിയിലെല്ലാം ഇന്ത്യ ഈ മന്ത്രം ഉയർത്തിക്കാട്ടിയാൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഐക്യദാർഢ്യം എന്നത് നമ്മുടെ DNA ഉള്ള കാര്യം തന്നെയാണ്, പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. 2025 UN ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തീം വെച്ചിട്ടുണ്ട്. ആ തീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിര വികസനത്തിനായുള്ള ഐക്യദാർഢ്യം, സോളിഡാരിറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയം. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമി, വെള്ളം, വായു, വനം ഇവയെല്ലാം വരും തലമുറയ്ക്ക് വേണം. അതേപോലെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത്, വെള്ളം പാഴാക്കാതിരിക്കുന്നത്, അതേപോലെ മാക്സിമം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ്സിലോ ട്രെയിനിലോ നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ പോവാതെ മാക്സിമം അത് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്ത ആരെയാ സഹായിക്കും? നമ്മൾ അറിയാതെ തന്നെ വരും തലമുറയിലുള്ള ആൾക്കാരെയാണ്. അതാണ് ഇന്റർ ജനറേഷണൽ സോളിഡാരിറ്റി. നമ്മൾ വരുന്ന ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ടും കൂടിയുള്ള ഒരു ഐക്യദാർഢ്യമാണ്. അതാണ് ഈ വർഷത്തെ തീം. പിന്നെ ഇതിൽ നമ്മൾ ഭിന്നശേഷിക്കാരുടെ ഒരു ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ അത് വെറും ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല. ഐക്യദാർഢ്യം സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ അതിലെല്ലാവരും ഉൾപ്പെടും. ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ സമൂഹം, കുടിയേറ്റ തൊഴിലാളികൾ, ഈ വഴിയരികിലില്ലേ അതിലുള്ള മനുഷ്യര്, സമൂഹത്തിൽ നമ്മൾ കാണാതെ പോകുന്ന ഭിന്നശേഷിക്കാർ, ഡിഫറൻ്റ്ലി ഏബിൾ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കാർ എന്നിവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ, പാർക്ക്, ആശുപത്രി, ഇതിലെല്ലാം റാമ്പ് പണിയുക, അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും ഈക്വലായി റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഈ സോളിഡാരിറ്റി ഇല്ലാതെ സൊസൈറ്റി തന്നെ നിലനിൽക്കില്ല.
പറ്റില്ല. അതേപോലെ ഈക്വൽ റെസ്പെക്ട് പറഞ്ഞാൽ റിയൽ സോളിഡാരിറ്റിയാണ്. അത് എല്ലാവർക്കും തുല്യമായിട്ട് ഇതെല്ലാം നൽകേണ്ടത് നമ്മുടെ ഒരു കടമ കൂടി. അവകാശങ്ങൾക്കൊപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടമകളുണ്ട്. ചൈൽഡ് റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് പോലെ തന്നെ പലപ്പോഴും നമ്മൾ അവകാശങ്ങളെ കുറിച്ച്, റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്കത് കിട്ടണം, ഇത് കിട്ടണം എന്നൊക്കെ. പക്ഷെ ഐക്യദാർഢ്യം എന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. അവകാശങ്ങൾക്കൊപ്പം തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കടമകൾ, ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഐക്യദാർഢ്യത്തെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. നോക്കൂ, നമുക്ക് ചെയ്യാവുന്ന ചില പ്രധാന കടമകളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് കടമകളില്ലാതെ നമ്മൾ വെറും റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പര ബഹുമാനം, മ്യൂച്വൽ റെസ്പെക്ട്, മറ്റൊരാളുടെ മതം, ഭാഷ, വസ്ത്ര എന്നിവയോട് സഹിഷ്ണുത കാണിക്കുക എന്നത് നമ്മുടെ വലിയൊരു കടമയാണ്. നീ എന്നെ പോലെ ആകണം എന്നല്ല, അതല്ല, നീ ആയിരിക്കുക, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് ശരിക്കും പറയുന്നുള്ള ഐക്യത. പൊതുമുതൽ സംരക്ഷിക്കൽ, നമ്മൾ ഈ പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പ്രോപ്പർട്ടി എന്നൊക്കെ പറയില്ല, നമ്മുടെ റോഡ്, ആശുപത്രി, പാർക്ക്, ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മൾ അതിനെ എല്ലാം സംരക്ഷിക്കുന്നത് നമ്മളുടെ തന്നെ ആവശ്യമാണ്. അല്ലാതെ നീ എന്താണ് ഇവിടെ വല്ല വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇത് റോഡാണോ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ റോഡും ശരിക്കും നമ്മൾ നമ്മുടെ ഭാഗം അല്ല എന്നാണ് വിചാരിക്കുന്നത്, അതും നമ്മുടെ തന്നെ ഭാഗമാണ്. അതേപോലെ പരിസ്ഥിതി സംരക്ഷണം, കെയറിങ് ഫോർ നേച്ചർ, കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. മാലിന്യീകരണം കുറയ്ക്കുക, ഊർജം ലാഭിക്കുക, ലോകത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഐക്യദാർഢ്യമാണ്. അതേപോലെ സഹജീവി സ്നേഹം, കമ്പാഷൻ, മൃഗങ്ങളോടും പ്രകൃതിയോടും സഹജീവികളോടും കരുണ കാണിക്കുക. ഒരാൾ അപകടത്തിൽ പെടുമ്പോൾ വീഡിയോ എടുക്കാതെ അവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുക എന്നത് ഒരു പൗരന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്. ചുരുക്കത്തിൽ പറഞ്ഞ എൻ്റെ അവകാശം മറ്റൊരാളുടെ കടമയാണ്, എൻ്റെ കടമ മറ്റൊരാളുടെ അവകാശവുമാണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുമ്പോഴേ സമാധാനമുള്ള ഒരു ലോകം ഉണ്ടാവും. സിമ്പിളായി പറഞ്ഞ നമ്മുടെ ഫ്രീഡം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കും. ഇതിന് പക്ഷെ കുറെ വെല്ലുവിളികളുണ്ട്. നമ്മൾ വില്ലന്മാരെന്നൊക്കെ പറയണ പോലെ കുറച്ച് വെല്ലുവിളികളുണ്ട്. അതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഈ കാലത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, അതേപോലെ സ്വാർത്ഥ മനോഭാവങ്ങൾ, കുറെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഹെയ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ, എസ്പെഷ്യലി നമ്മൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള വ്യാജ വാർത്തകളൊക്കെ ഇല്ലേ, ആളുകളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നതിന് മുൻപിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ പറയാതെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കും. നമുക്ക് വലിയ കാര്യങ്ങളെക്കാളും ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാൾക്ക് ആവശ്യം വന്നു, അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക. അതേപോലെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ സഹായിക്കുക. അതേപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വെറുപ്പ് പടർത്തുന്ന, മതവിദ്വേഷം പടർത്തുന്ന കമന്റുകളൊക്കെ ഇടാതിരിക്കുക. നമ്മുടെ നാട്ടിലെ കല്യാണ വീടുകളിലൊക്കെ ഇല്ലേ പണ്ട് ജാതി മതമൊന്നും നോക്കാതെ ചായ വിളമ്പിയിരുന്ന ടീംസ് ഉണ്ടല്ലോ, അവരാണ് ശരിക്കും നമ്മുടെ മാതൃക. പിന്നെ സർക്കാരിന് എന്ത് ചെയ്യാം? സർക്കാരിന് ഇവിടെ ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം, ചികിത്സ എന്നിവയൊക്കെ എല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്. ഇന്ത്യയിൽ തന്നെ 1 നേഷൻ 1 റേഷൻ കാർഡ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ള റേഷൻ വിഹിതങ്ങളൊക്കെ. ഇതെല്ലാം ഒരു നല്ല ഉദാഹരണമാണ്. എവിടെ പോയാലും പട്ടിണി കിടക്കരുത് എന്ന ആ ചിന്ത നല്ലതാണ്. ഇതെല്ലാമാണ് അതിന്റെ പിന്നിലുള്ളത്. പിന്നെ സഹായ സംവിധാനങ്ങൾ, സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ചില വിവരങ്ങൾ ഞാൻ നൽകും. ഇന്ത്യയിലായിട്ട് തന്നെ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് PMNRF ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതേപോലെ അതിർത്തി തൊഴിലാളികൾക്കായി ഇന്ത്യ ലേബർ ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1800-833-9020. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി വിളിക്കാം, ഹെൽപ്പ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ലിങ്കുകളില്ലേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു കഥ നമ്മുടെ കേരളത്തിൽ നടന്നതന്നെ. കേരളത്തിൽ നമ്മൾ പ്രളയം ഉണ്ടായിരുന്ന സമയത്തിൽ നമ്മൾ ഹെലികോപ്റ്ററിനായി കാത്തു നിൽക്കാതെ സ്വന്തം വഞ്ചിയുമായി ഇറങ്ങിയ പാവം മീൻപിടുത്തക്കാരുണ്ടായിരുന്നില്ലേ, മുക്കുവര്. അവര് പലർക്കും വീട് പോയിട്ടുണ്ടാവും, പണി പോയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ നാട്ടുകാർ വെള്ളത്തിലാണ് എന്ന് കണ്ടപ്പോൾ അവർ ഇറങ്ങി തിരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലും കിട്ടാത്ത ആ വലിയ പാടുണ്ടല്ലോ, അതന്നെയാണ് ശരിക്കും ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആ ചായക്കടക്കാരൻ അബ്ദുക്കയെ ഓർമ്മയില്ലേ? നമ്മളുടെ അബ്ദുക്ക പ്രളയം വന്നപ്പോൾ തൻ്റെ കടയിലില്ലേ മുഴുവൻ പലഹാരങ്ങളും
ഭക്ഷണങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിന് വേണ്ടി വിളിച്ച് എത്തിച്ചർപ്പിച്ച സ്വന്തം ലാഭം നോക്കാതെ മറ്റുള്ളവർക്കായി കൈനീട്ടിയ ആ മനസ്സ്, അതാണ് യഥാർത്ഥ ഐക്യദാർഢ്യം. ഇതുപോലെ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇതിനായിട്ടൊക്കെ ഏലിയൻസ് വരുന്നത് വരെ നമ്മൾ ഇതിനൊക്കെ വേണ്ടി കാത്തിരിക്കണം. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാം. അപ്പോൾ ഗൈസ്, ഈ ഐക്യദാർഢ്യ ദിനത്തിൽ നമുക്ക് ഒരാളെ എങ്കിലും സഹായിക്കും. നിങ്ങളുടെ ഒരു പുഞ്ചിരി പോലും മറ്റൊരാൾക്ക് ആശ്വാസമാണ്. ഐക്യദാർഢ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് വലിയ പ്രതിസന്ധികളും മറികടക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. അതൊരു മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിലായിരിക്കും ഒരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടുക. എല്ലാവർക്കും അന്താരാഷ്ട്ര മാനുഷിക ഐക്യദാർഢ്യ ദിനാശംസകൾ. നന്ദി.